ഹലോ മക്കളെ, നമ്മൾ ഇന്ന് മലയാളത്തിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. കോഡുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് എക്സാമിന് പഠിക്കുന്നവർ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ മാത്സ് കൂടുതൽ നന്നായി പഠിക്കുക. കാരണം 50 മാർക്കും നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. ആ മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയാൽ തന്നെ നമുക്ക് പ്രിലിംസ് പാസ്സാകാനും സാധിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നന്നായിട്ട് നോക്കിപ്പോകാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമാണെന്ന്. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. രവം, ആരവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ആരവ അല്ലേ, ആരവത്തോടു കൂടി, ആരവം, രവം ശബ്ദമാണെന്ന് നമുക്കറിയാം. അപ്പൊ നീരവം എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീരവം എന്താണ്? ശബ്ദമില്ലാത്ത അവസ്ഥയാണ് നീരവം അല്ലെ. രവം ശബ്ദമാണെങ്കിൽ നീരവം ശബ്ദമില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു കാരവം. കാരവം എന്താണ്? കാക്കയാണ് അല്ലെ. കാക്ക എന്ന് രവമുണ്ടാക്കുന്നത് എന്താണ്? കാക്കയാണ് അല്ലെ. കാക്കാന്ന് രവമുണ്ടാക്കുന്നത് കാക്കയാണ്. അപ്പൊ കാരവം കാക്കയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കേരവം അരയന്നമാണെന്ന്. കാരണം കേന്ന് ഒച്ചുണ്ടാക്കുന്നത് അരയന്നമാണോ എന്നറിയില്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ കേന്ന് ഒച്ചുണ്ടാക്കുന്നത് ആരാണ്? അരയന്നമാണ്. അപ്പൊ കാക്കാന്ന് ഒച്ചുണ്ടാക്കുന്നത് കാരവം കാക്കയാണ്. കേന്ന് ഒച്ചുണ്ടാക്കുന്നത് കേരവം അരയന്നമാണ്. ഇനി അടുത്തത് അരവം. അരവം എന്താണ്? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അരവം, ആ രവം ശബ്ദമൊന്നും കേൾക്കുന്നില്ല അല്ലെ അതിന്. ആ രവം ശബ്ദമൊന്നും ഇല്ല. അപ്പൊ അരവം എന്ന് പറഞ്ഞാല് ഒരു ശബ്ദം കേൾക്കാത്ത ഒരു ജീവിനെ നമുക്കറിയാലോ. അതിന് ശബ്ദം കേൾക്കാൻ സാധിക്കില്ല, അതിന് ചെവിയില്ല. അതിനൊരു പ്രത്യേക തരം ഓർഗനൊക്കെ ഉണ്ട്, ജേക്കബ്സൺ ഓർഗൻ എന്നൊക്കെ പറഞ്ഞൊരു ഓർഗനൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് അത് ശബ്ദത്തെ തിരിച്ചറിയുന്നത്. പണ്ടുള്ളവർ പറയും അത് നാവ് നീട്ടിയിട്ടാണ് ശബ്ദം തിരിച്ചറിയുന്നതെന്ന്. അപ്പൊ അരവം എന്താണ്? ആ രവം, അതിന് ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ജീവിയാണ്? പാമ്പ്. അപ്പൊ അരവം എന്താണ്? പാമ്പാണ്. അരവം പാമ്പാണ്. അതേപോലെ കണ്ഠീരവം. കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്താണ് അല്ലെ. കണ്ഠീരവം അതായത് അത്ര ഭയങ്കര ശബ്ദമാണ്. കണ്ഠീരവം വളരെ ഉയർന്നൊരു ശബ്ദം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കണ്ടിച്ചു പോകുന്ന രീതിയിലുള്ളൊരു രവം. അത്ര വലിയൊരു ശബ്ദം എന്തിൻ്റെയാണ്? സിംഹത്തിൻ്റെയാണ് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ കണ്ഠീരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹമാണ്. കണ്ഠീരവം സിംഹമാണ്. അപ്പം രവം വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. രവം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ആരവം എന്ന് പറഞ്ഞാലും ശബ്ദമാണ്. നീരവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു അല്ലെ. കാരവം, കാക്കാന്ന് രവം ഉണ്ടാക്കുന്നത് കാരവം കാക്കയാണ്. കേരവം അരയന്നമാണെന്ന് പറഞ്ഞു. അരവം, അരവം എന്ന് പറഞ്ഞാൽ അതിന് ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല. അതെന്താണ്? പാമ്പാണ്. അരവം പാമ്പാണ്. പിന്നെ കണ്ഠീരവം, കണ്ഠീരവം സിംഹമാണ്. കണ്ഠീരവം സിംഹമാണ്. ഇനി ഒരെണ്ണം കൂടി ഞാൻ പറയട്ടെ. അരരം. അരരം എന്താണ്? രവമല്ല, അരരം. അരരമാണ്. അരരം എന്താണ്? അരരം എന്ന് പറഞ്ഞാൽ വാതിലാണ്. നിങ്ങൾ ഈ പ്രേതങ്ങളുടെ സിനിമയിലൊക്കെ ഈ വാതിൽ അടയുമ്പോൾ ഒരു ഒച്ച കിടണം, രാ ഒരു പ്രത്യേകത ഒരു മ്യൂസിക്കില്ലേ, ഏത് സിനിമയിലാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു മ്യൂസിക് ഈ ഡോർ അടയുന്ന സമയത്ത് രാ എന്നിട്ട് ഒരു രാ കൊണ്ടൊരു മ്യൂസിക്. എനിക്കത് പ്രേതങ്ങളുടെ സിനിമ ഓർക്കുമ്പോൾ തന്നെ ആ ഒരു മ്യൂസിക്കാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് അത് വരുന്നുണ്ടെങ്കിൽ അരരം, ആ രാ 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 എന്നുള്ളത്, അത് അടയുന്ന ശബ്ദം, വാതിൽ അടയുന്ന ശബ്ദം നിങ്ങളുടെ മൈൻഡിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അരരം വാതിലാണ്. അരരം എന്താണ്? വാതിലാണ്. അരരം വാതിലാണ്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പറഞ്ഞുതരാണ്. ഒരു സിനിമാ പാട്ടാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർ തീർച്ചയായിട്ടും കേൾക്കേണ്ട ഒരു പാട്ടാണ്. യക്ഷി എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മുടെ സത്യനും മറ്റൊരു നടിയുടെ പേര് എനിക്കറിയില്ല കൂടി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, അങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. എനിക്ക് പാടാൻ അറിയില്ല. അപ്പം അതിൽ കുറച്ച് മനോഹരമായിട്ടുള്ള വരികൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പാട്ടൊന്ന് കേൾക്കുക. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. അതിലെ ഓരോ വരികളിലും നമുക്ക് പഠിക്കേണ്ട ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ 4 വരികൾ മാത്രം നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഗായക നിൻ വിഭജികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ, താവകാങ്കുലി ലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ. നിങ്ങൾക്ക് പാട്ട് മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ യക്ഷി എന്നുള്ള സിനിമയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വർണ്ണച്ചാമരം നടിച്ചു കൊടുത്താൽ മതി. സ്വർണ്ണചാമരം സോങ് നടിച്ചു കൊടുത്താൽ അത് വരും. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു പാട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതിൻ്റെ ഇടയിലുള്ളൊരു 4 വരിയാണിത്. ഗായക നിൻ വിഭജികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ, താവകാങ്കുലി ലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ.
എനിക്ക് പാടാൻ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനോഹരമായിട്ട് പാടി കേൾപ്പിച്ച് തന്നേനായിരുന്നു. അപ്പൊ ഇതിൽ ആദ്യം തന്നെ വിഭജിക, ഗായക നിൻ വിഭജികയിലെ. അപ്പൊ വിഭജിക എന്താണ്? വിഭജിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണയാണ്. വിഭജിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിഭജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ തന്നെയാണ്. വീണയുടെ പര്യായങ്ങൾ ഒരുപാട് തവണ PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ വീണയുടെ പര്യായമല്ലാത്തത് അപ്പൊ മനസ്സിലാക്കി വെക്കുക. വിഭജിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിഭജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ തന്നെയാണ്. വീണയുടെ ഒരു പര്യായം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വല്ലക്കി, വല്ലക്കി, കീ കൊടുക്കുന്നത് നമ്മൾ വീണയ്ക്കാണ്. വല്ലക്കി വീണയാണ്. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളിയാണ് അല്ലെ. ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ അല്ലെ. അപ്പൊ വല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളിയാണ്. ലത, വല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വള്ളിയാണ്. ഗുൽമം അതൊക്കെ എന്താണ്, നമുക്ക് പിന്നെ മറ്റൊരു ക്ലാസ്സിൽ പറയാം. വള്ളിയാണ്. വല്ലകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ. വല്ലകി വീണയാണ്. വല്ലകി വീണയാണ്. വല്ലവിയോ? വല്ലവി ഗോപശ്രീയാണ്. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ. കീ കൊടുക്കുന്നത് വീണയ്ക്കാണ്. അപ്പൊ വല്ലകി വീണയാണ്. വല്ലവി ഗോപശ്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ 2 വാക്കുകൾ കൂടി നമ്മുടെ വീണയുടെ പര്യായമായിട്ട് പഠിച്ചിട്ടുണ്ട്. വിഭജിക, വിഭജി. വിഭജിക, വിഭജി, അതേപോലെ തന്നെ വല്ലകി. ഇതെല്ലാം വീണയുടെ പര്യായമാണെന്ന് പഠിച്ചേക്കുക. ഇനി അടുത്ത വരിയിലേക്ക് വരാം. താവകാങ്കുലി ലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ. താവക, അങ്കുലി. താവക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ എന്നാണ് അർത്ഥം. അങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരൽ എന്നാണ് അർത്ഥം. നിന്റെ വിരലിനാൽ ലാളിക്കുന്ന ഒരു താളമായിരുന്നെങ്കിൽ ഞാൻ എന്നാണ് പറയുന്നത്. അപ്പൊ താവകം നിന്റെ എന്നാണ് അർത്ഥം ചോദിച്ചിട്ടുണ്ട്. താവകം നിന്റെ. അതിന്റെ ഓപ്പോസിറ്റും ചോദിച്ചിട്ടുണ്ട്. മാമകം. താവകം എന്നതിന്റെ ഓപ്പോസിറ്റ് മാമകം എന്നാണ്. താവകം നിന്റെ എന്നും മാമകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എന്നുമാണ് അർത്ഥം. താവകം നിന്റെ എന്നും മാമകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ. അപ്പൊ താവകത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മാമകം എന്നാണ്. താവകത്തിന്റെ ഓപ്പോസിറ്റ് മാമകം എന്നാണ്. ഇനി അങ്കുലി. അങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലാണ്. അങ്കുലി വിരലാണ്. അപ്പൊ അങ്കുലി വിരലാണെങ്കിൽ ലാങ്കുലി എന്താണ്? ലാങ്കുലി. ലാങ്കുലി എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാങ്കുലി ഗാംഗുലിനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കുരങ്ങനാണ്. ലാങ്കുലി കുരങ്ങനാണ്. ലാങ്കുലി കുരങ്ങനാണ്. അപ്പൊ അതോടൊപ്പം തന്നെ 2 മൃഗങ്ങളുടെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബാലേൻ ഓർക്കാൻ പറഞ്ഞു അല്ലെ. ബാലേയം, ബാലൻ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലേയം കഴുതയാണ്. അതുപോലെ ബാഹുലേയം. ബാഹുലേയം എന്ന് പറയുമ്പോൾ ബാഹുബലിനെ ഓർക്കാൻ പറഞ്ഞു. കാളയാണ് അല്ലെ. ബാലേയം കഴുതയും ബാഹുലേയം കാളയുമാണ്. അതേപോലെ ലാങ്കുലി കുരങ്ങനാണ്. എന്നാൽ അങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിരലാണ്. അങ്കുലി വിരലാണ്. അതേപോലെ തന്നെ വിരലിന്റെ മറ്റൊരു പര്യായമാണ് കരശാഖി എന്നുള്ളത്. കരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ അല്ലെ. കൈയുടെ ശാഖ എന്തുട്ടാ? നമ്മുടെ വിരലല്ലേ. നമ്മുടെ വൃക്ഷങ്ങൾക്ക് ശാഖകൾ കാണും അല്ലെ. അതേപോലെ അല്ലേ നമ്മുടെ കരത്തിന്റെ ശാഖ. കൈയുടെ ഇങ്ങനെ ശാഖകളായിട്ടാണ് അല്ലെ വിരലുകൾ വരുന്നത്. അപ്പൊ കരശാഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരൽ തന്നെയാണ്. കരശാഖി എന്താണ്? വിരലാണ്. അപ്പൊ വിരലിന്റെ 2 പര്യായം പറഞ്ഞു. അങ്കുലി അതുപോലെ കരശാഖി. അങ്കുലി കരശാഖി. അപ്പൊ നമ്മൾ ഈ പാട്ടില് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. വിഭജിക എന്ന് പറഞ്ഞാൽ വീണയാണെന്ന് പഠിച്ചു. വിഭജി എന്ന് പറഞ്ഞാലും വീണയാണെന്ന് പഠിച്ചു. അതുപോലെ വല്ലകി, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന വല്ലകി, അതും വീണയാണെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചു അല്ലെ. ഇനി താവകാങ്കുലി. താവകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ എന്നാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് മാമകമാണ്. താവകം എന്നതിന്റെ ഓപ്പോസിറ്റ് മാമകമാണെന്ന് പറഞ്ഞു. ഇനി അങ്കുലി എന്താണ്? അങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലാണെന്ന് പറഞ്ഞു. വിരലിന്റെ മറ്റൊരു പര്യായമാണ് കരശാഖി. കരത്തിന്റെ ശാഖ. കരശാഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിരല് തന്നെയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ 3 കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ലാങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരങ്ങനാണ്. ലാങ്കുലി കുരങ്ങനാണ്. ബാലേയം കഴുതയാണ്. ബാഹുലേയം കാളയാണെന്നും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മറന്നു പോകരുതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് നമ്മൾ കുറച്ച് പര്യായങ്ങളാണ് പറയുന്നത്. നമുക്ക് വേഗം പറഞ്ഞ് വേഗം പഠിച്ചു പോകാം. ഒന്നാമത്തേതായിട്ട് കളിയാണ് പറയുന്നത്. കളി എന്ന് പറഞ്ഞ ഒരു പര്യായം കേളിയാണ്. കേളി, നമ്മൾ കേളികുട്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതായത് കേളികുട്ട് എന്താണ്? കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ ഈ അമ്പലത്തിൽ ഇന്നത്തെ ദിവസം കഥകളി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ നാട്ടുകാരെ കൊട്ടി അറിയിക്കുന്നതാണ് കേളികുട്ട് അല്ലെ. അപ്പൊ കേളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കളി തന്നെയാണ്. കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്നതല്ലേ. കേളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? കളി തന്നെയാണ്. കളി ഉണ്ടെന്ന് അറിയിക്കുന്നതാണ് അല്ലെ. അപ്പൊ കേളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? കളി തന്നെയാണ്. അതുപോലെ ക്രീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കളി തന്നെയാണ്. പിന്നെ വിനോദം എന്ന് പറയാമല്ലോ. പിന്നെ ലീലാവിലാസങ്ങൾ, കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതാണ്. അപ്പൊ ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് തന്നെയാണ്? കളി തന്നെയാണ്. ലീലാവിലാസം അല്ലെ. അപ്പൊ ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
അതും കളി തന്നെയാണ്. അതുപോലെ ഗേല, ഗേലി, ഗേലനം, ഇത് മൂന്നും കളിയാണ്. ഗേല, ഗേലി, ഗേലനം. അതായത് നിങ്ങൾ ഗേൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹിന്ദിയിൽ കളി എന്നാണ് അർത്ഥം അല്ലെ. ഗേൽ എന്ന് പറഞ്ഞാൽ കളി എന്നല്ലേ അർത്ഥം. അപ്പൊ അതിൽ തന്നെ ആ 3 വാക്കും നമുക്ക് പഠിക്കാം. ഗേല, ഗേലി, ഗേലനം. ഗേല, ഗേലി, ഗേലനം. ഇങ്ങനത്തെ ഹിന്ദി വാക്കുമായിട്ടും അതുപോലെ നമ്മുടെ തമിഴ് വാക്കായിട്ടൊക്കെ കുറെ സാമ്യമുള്ള കുറെ വാക്കുകൾ നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഗേല, ഗേലി, ഗേലനം, ഇത് മൂന്നും എന്താണ്? കളിയാണ്. അതുപോലെ തന്നെ നമ്മൾ കുടന, ചത്തരി എന്ന് പറയും. ഹിന്ദിയിൽ കുടന ചത്തരി എന്നാണ് പറയാ അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ഇതിന ഈ ഛത്രം എന്ന് പറഞ്ഞാൽ ചത്തരി എന്നുള്ള പോലെ ഛത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടയാണ്. ചത്തരി നമ്മൾ ഹിന്ദിയിൽ കുടയാണ് അല്ലെ. അതേപോലെ ഛത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടയാണ്. ഛത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടയാണ്. അതുപോലെ ആദപത്രം കുടയാണ്. ആദപം എന്ന് പറഞ്ഞാൽ വെയിലാണ്. ആദപം വെയിൽ, അതായത് താപം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടാണല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് വെയിലിൽ നിന്നല്ലേ കിട്ടുക. അപ്പൊ ആദപം വെയിലാണ്. ആദപം, ആ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ പത്രം പോലെ ഇങ്ങനെ പിടിക്കുന്നത് അല്ലെ. ആദപത്രം കുടയാണ്. ആദപത്രം കുടയാണ്. അപ്പൊ കുടയുടെ 2 പര്യായം പറഞ്ഞു. ചത്തരി എന്നതിൽ നിന്നും ഛത്രം. അതേപോലെ ആദപം എന്ന് പറഞ്ഞാൽ വെയിലാണ്, താപം തരുന്നത് അല്ലെ. ആദപം വെയിലാണ് ആദപം. അതിപ്പോ നമ്മൾ പിടിക്കുന്നതാണ് ആദപത്രം കുടയാണ്. ഇനി അടുത്തത് കയറിന്റെ പര്യായങ്ങളാണ് പറയുന്നത്. കയർ എന്ന് പറഞ്ഞാൽ കയറിന് കുറെ ഗുണങ്ങളുണ്ട് അല്ലെ. ഒന്നാമത്തെ നമ്മൾ കയർ വീട്ടിലൊക്കെ ഏതെങ്കിലും ചെടിയൊക്കെ ഇങ്ങനെ മഴയത്തൊക്കെ ഒടിഞ്ഞിങ്ങനെ വീഴുമ്പോഴും നമ്മളൊരു വടി കുത്തിയിട്ട് ഒരു കയറും വെച്ച് കെട്ടും അല്ലെ. കെട്ടിട്ട് നമ്മളൊരു താങ്ങ് കൊടുക്കൂലേ നമ്മുടെ വീട്ടിൽ. അതേപോലെ തന്നെ ഇപ്പോൾ വല്ല പടവലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈപ്പയ്ക്കൊക്കെ പടർന്നു കയറുന്ന സമയത്ത് നിങ്ങൾ ഒരു കയറ് കൊണ്ട് ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു പന്തല് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂല്ലേ. അപ്പൊ നമ്മൾ ഉദ്യാനത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ. കയറ് നമ്മൾ ഉദ്യാനത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മൃഗങ്ങളെയൊക്കെ പശുവിനൊക്കെ കെട്ടാൻ വേണ്ടി നമ്മൾ കയർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ കയറിന് കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ ഗുണം എന്നുള്ളത് തന്നെ കയറിന്റെ ഒരു പര്യായമാണ്. ഗുണം എന്നുള്ളത് കയറിന്റെ ഒരു പര്യായമാണ്. നമ്മൾ ഉദ്യാനത്തിൽ ഉപയോഗിക്കും അല്ലെ. ഉദ്യാനത്തിൽ ഉപയോഗിക്കുന്നത് ഉദ്യാമം. കാരണം കയറിന്റെ പര്യായം ഉദ്യാമം എന്നാണ്. ഉദ്യാനമല്ല, ഉദ്യാനം പൂന്തോട്ടമാണ്. ഉദ്യാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉദ്യാമം എന്താണ്? കയറാണ്. ഉദ്യാമവും ധാമവും കയറാണ്. ഉദ്യാമം എന്ന് പറഞ്ഞാലും കയറാണ്, ധാമം എന്ന് പറഞ്ഞാലും കയറാണ്. നമ്മൾ പശുവിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ, പാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കയറാണ്. കയറാണ്. പശുവിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കും. പാശം കയറാണ്. പശുവിനെ കെട്ടുന്ന ആളുടെ പേര് രഞ്ജു എന്നാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. രഞ്ജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കയറാണ്. രഞ്ജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കയറ് തന്നെയാണ്, കയറാണ്. അപ്പൊ കയറിന്റെ പര്യായങ്ങൾ കയറിന് കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ ഗുണം എന്ന് പറഞ്ഞാൽ കയറാണ്. ഒന്നാമത്തെ ഗുണം നമ്മൾ ഉദ്യാനത്തിൽ അല്ലെ ഉപയോഗിക്കും. അപ്പൊ ഉദ്യാമം ധാമം രണ്ടും കയറാണ്. പിന്നെ പശുവിനെ കെട്ടാൻ ഉപയോഗിക്കും. അപ്പൊ പാശം കയറാണ്. പശുവിനെ കെട്ടുന്ന ആളുടെ പേര് രഞ്ജു എന്നാണെന്ന് നമ്മൾ മനസ്സിൽ വെറുതെ വിചാരിക്കുക. അപ്പൊ രഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കയറ് തന്നെയാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലേ നമുക്കത് ഓർത്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. 2-3 തവണ ഇതുപോലെ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകുകയില്ല. അടുത്ത നമ്മൾ സിംഹത്തിന്റെ പര്യായമാണ് പറയുന്നത്. സിംഹത്തിന്റെ പര്യായം നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഖണ്ഡീരവം അല്ലെ. ഖണ്ഡീരവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഹമാണ്. ഖണ്ഡീരവം സിംഹമാണ്. അതുപോലെ മൃഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്? അതും സിംഹം തന്നെയാണ്. മൃഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഹം തന്നെയാണ്. മൃഗങ്ങളുടെ ഇന്ദ്രൻ എന്നൊക്കെ ഓർത്തു വെക്കാം. മൃഗങ്ങളിലെ രാജാവല്ലേ, മൃഗങ്ങളുടെ രാജാവല്ലേ. അപ്പൊ മൃഗങ്ങളുടെ ഇന്ദ്രൻ, ദേവലോകത്തെ രാജാവ് ഇന്ദ്രനാണല്ലേ. അപ്പൊ മൃഗങ്ങളുടെ ഇന്ദ്രൻ എന്നൊക്കെ ഓർത്തു വെക്കുക. അപ്പൊ മൃഗേന്ദ്രൻ എന്ന് പറഞ്ഞതും സിംഹമാണ്. മൃഗേന്ദ്രൻ സിംഹമാണ്. എന്നാൽ വെറുതെ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനാണ്. വെറുതെ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മാനെന്നാണ്. അതേപോലെ നമ്മൾ വെറുതെ കിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തത്ത എന്നുമാണ്. മൃഗേന്ദ്രൻ എന്താണ്? സിംഹമാണ്. മൃഗങ്ങളുടെ ഇന്ദ്രൻ അല്ലെ. മൃഗേന്ദ്രൻ സിംഹമാണ്. വെറുതെ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനാണ്. അതേപോലെ വെറുതെ കിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തത്തയുമാണ്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ സിംഹത്തിന്റെ പര്യായത്തിലേക്ക് തിരിച്ചു വരാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് കണ്ഠീരവം സിംഹമാണ്. അതേപോലെ മൃഗേന്ദ്രൻ സിംഹമാണ്. കേസരി സിംഹമാണ് നമുക്കറിയാലോ. കാരണം നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ് അല്ലെ. ഹിസ്റ്ററിയിൽ നമുക്ക് കുറെ കേസരികൾ പഠിക്കാനുണ്ട്. പഞ്ചാബ് കേസരി, ആന്ധ്ര കേസരി എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ കേസരി എന്ന് പറഞ്ഞാൽ സിംഹമാണ്. പഞ്ചാബ് സിംഹം, ആന്ധ്ര സിംഹം.
അതാണ് പഞ്ചാബ് കേസരി, ആന്ധ്ര കേസരി എന്നൊക്കെ പറയുന്നത്. അപ്പൊ കേസരി എന്താണ്? സിംഹമാണ്. കേസരി സിംഹമാണ്. പിന്നെ കുറെ പഞ്ച വെച്ച് വരുന്ന സംഭവങ്ങളുണ്ട്. പഞ്ചമുഖൻ, പഞ്ചാനൻ, പഞ്ചാസ്യൻ, പഞ്ചനഗൻ, ഇതൊക്കെ പഞ്ച വെച്ച് വരുന്നത്. കാരണം സിംഹം നല്ല പഞ്ച് കൊടുക്കും അല്ലെ. ബാക്കിയുള്ള മൃഗങ്ങൾക്ക് സിംഹം അറ്റാക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, നല്ല കൈകൊണ്ട്, അതിന്റെ കൈകൊണ്ട് നല്ലൊരു പഞ്ച് കൊടുക്കും. നാം പറയാല്ലേ നല്ല പഞ്ച് കൊടുക്കാന്ന് പറയില്ലേ ഇടിക്കണേനെ. അപ്പൊ ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള പഞ്ച് കൊടുക്കാൻ പറ്റുന്നത് സിംഹത്തിനാണെന്ന് വിചാരിക്കുക. അപ്പൊ പഞ്ച് എന്ന് വെച്ചാൽ ശരിക്കും 5 എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതെങ്കിലും നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പഞ്ചമുഖൻ, പഞ്ചാനനൻ, പഞ്ചാസ്യൻ, പഞ്ചനഗൻ, ഈ പഞ്ച വെച്ച് വരുന്നത് പഞ്ചമുഖൻ, പഞ്ചാനനൻ, പഞ്ചാസ്യൻ, പഞ്ചനഗൻ, ഇതൊക്കെ എന്താണ്? സിംഹമാണ്. അപ്പൊ സിംഹത്തിന്റെ പര്യായം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് നോക്കി. ആദ്യം തന്നെ മൃഗേന്ദ്രൻ പറഞ്ഞു, കണ്ഠീരവം പറഞ്ഞു, കേസരി പറഞ്ഞു, പിന്നെ പഞ്ച വെച്ച് വരുന്ന പഞ്ചമുഖൻ, പഞ്ചാനനൻ, പഞ്ചാസ്യൻ, പഞ്ചനഗൻ, ഇതെല്ലാതും എന്താണ്? സിംഹത്തിന്റെ പര്യായങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചില്ലേ? ഇനി അടുത്തത് നഗരമാണ് പറയുന്നത്. നഗരം നമുക്ക് സിമ്പിൾ ആണ്. പട്ടണം നമുക്ക് അറിയുന്നതാണ്. പട്ടണം നഗരത്തിന്റെ പര്യായമാണെന്ന്. അതുപോലെ നമ്മൾ പത്തനാപുരം എന്ന് പറഞ്ഞിട്ടൊരു നഗരമുണ്ട്. പത്തനാപുരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊല്ലത്തൊരു നഗരമാണ് പത്തനാപുരം. അപ്പൊ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. പത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്തനം നല്ല പ്രാസം ഉണ്ടല്ലോ. അപ്പൊ പത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നഗരമാണ്, പട്ടണമാണ്. പുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും എന്ത് തന്നെയാണ്? നഗരം എന്ന് തന്നെയാണ്. അപ്പൊ നഗരത്തിന്റെ പര്യായങ്ങളാണ് പട്ടണം, പത്തനം, പുരം. പത്തനാപുരത്തിനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. പത്തനം അതുപോലെ പുരം രണ്ടും എന്താണ്? നഗരം തന്നെയാണ്. ഇനി കണ്ണാടിയുടെ പര്യായം പറയുമ്പോഴും കണ്ണാടി, നമ്മൾ മുഖക്കുരൊക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരം നോക്കുന്നത് കണ്ണാടിയിലാണ് അല്ലെ. നമ്മളെല്ലാവരും കുരു വരുമ്പോഴും കുരു വലുതായോ എന്നൊക്കെ നമ്മൾ നോക്കാറില്ല. അപ്പൊ മുകുരം കണ്ണാടിയാണ്. അതേപോലെ ദർപ്പണം നമുക്കറിയാം. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ദർപ്പണം വെച്ച് പഠിക്കുന്നതാണ്. കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം അല്ലെ. അപ്പൊ ദർപ്പണം കണ്ണാടിയാണെന്ന് അറിയാം. അതുപോലെ സ്ഫടികവും കണ്ണാടിയാണെന്ന് നമുക്കറിയാം. അതുപോലെ ആദർശം, കർക്കരം അത് രണ്ടും കണ്ണാടിയാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? സാധാരണ ഈ ആദർശം പറയുന്നവർ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ആദർശം ആദർശം പറഞ്ഞു നടക്കുന്ന ആളുകളില്ലേ, അവരൊക്കെ ബുദ്ധിജീവികൾ. ഈ കണ്ണാട വെച്ചിട്ടല്ലേ നിങ്ങൾ കാണാൻ, കണ്ണാട വെച്ചിട്ടല്ലേ കാണാം. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ആദർശം പറയുന്നവർ. അതുപോലെ ഭയങ്കര കർക്കശമായിട്ടുള്ള ആളുകൾ, കർക്കശ നിലപാടുകൾ എടുക്കുന്ന ആളുകൾ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ കണ്ണാടി വെക്കും. അങ്ങനെ ഓർക്കാം. കർക്കശരായിട്ടുള്ളത് അത് കർക്കരം. അതുപോലെ ആദർശം പറയുന്നവര്, ആദർശം, ഇതൊക്കെ എന്താണ്? കണ്ണാടിയുടെ പര്യായങ്ങൾ തന്നെയാണ്. ഒന്ന് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയും പിന്നെ നമ്മളൊന്ന് നമ്മുടെ കണ്ണിൽ വെക്കുന്ന അത് കണ്ണാടയും വെച്ചിട്ടാണ് പറഞ്ഞത് കോഡ്. എങ്കിലും രണ്ടും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഓർക്കാം. എന്തൊക്കെയാണ് കണ്ണാടിയുടെ പര്യായങ്ങൾ? മുഖക്കുരു എന്ന് വരുമ്പോൾ നമ്മൾ നോക്കും. മുകുരം കണ്ണാടിയാണ്, ദർപ്പണം കണ്ണാടിയാണ്, സ്ഫടികം കണ്ണാടിയാണ്. അതുപോലെ തന്നെ നല്ല ആദർശം പറയുന്നവരും അതുപോലെ കർക്കശക്കാരായിട്ടുള്ളവരും കണ്ണാടി വെക്കുന്നവർക്ക്. അപ്പൊ ആദർശവും കർക്കരവും കണ്ണാടി തന്നെയാണ്. അടുത്തത് വൃക്ഷത്തിന്റെ പര്യായം കൂടി പറഞ്ഞാൽ നമ്മുടെ പര്യായങ്ങൾ തീർന്നു ഇന്നത്തെ. വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ അടി തൊട്ട് നോക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ആനയുടെ പര്യായം പറഞ്ഞപ്പോൾ നമ്മൾ തുമ്പിക്കൈ തൊട്ട് അങ്ങോട്ട് നോക്കി ഓരോരോ പര്യായങ്ങൾ പറഞ്ഞില്ല. തുമ്പിക്കൈ കൊണ്ടാണ് വാര, അപ്പൊ വാരണം. അത് കഴിഞ്ഞ് കൊമ്പ് വരുന്നു, ദന്തി. അപ്പൊ ഇതൊക്കെ ആനയുടെ പര്യായമാണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? വലിയൊരു കുമ്പയുണ്ട്, കുമ്പി ആനയുടെ പര്യായമാണ്, അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ അതേപോലെ തന്നെ നമ്മൾ വൃക്ഷം എന്ന് പറയുമ്പോഴും വൃക്ഷത്തിനെ നോക്കാം. വൃക്ഷത്തിന്റെ ഏറ്റവും അടിയിൽ വേരുകൾ ഉണ്ടല്ലേ. ഈ വേരാണ് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ പാദം നമ്മുടെ വൃക്ഷത്തിന്റെ പാദമാണ് അല്ലെ. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് വൃക്ഷമാണ്. അപ്പൊ പാദപം വൃക്ഷമാണ്. പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ് വൃക്ഷം അല്ലെ. അത് അതിന്റെ പാദം കൊണ്ടല്ലേ വെള്ളം എടുത്ത് കുടിക്കുന്നത്. അപ്പൊ പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്താണ്? പാദപം വൃക്ഷമാണ്. ഇനി അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ തടീനെ നമുക്ക് തരു എന്ന് പറയാം. വെച്ചിട്ട് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. തടീനെ അല്ല തരു എന്ന് പറയാം. വൃക്ഷത്തിനെയാണ് നമ്മൾ തരു എന്ന് പറയാം. പക്ഷെ നമുക്ക് വെച്ചിട്ട് വൃക്ഷത്തിന്റെ പര്യായം തരു. അപ്പൊ തരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്, തരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. ഇനി നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ വിടവ് പോലും ഇല്ലാണ്ട് നിറച്ചും ശാഖകൾ കാണാം അല്ലെ. നമ്മളെ മാവിന്റെ ഒക്കെ മുകളിലേക്ക് പോയിട്ട് നമ്മൾ മഴ പെയ്യുന്ന സമയത്തെ വലിയ വൃക്ഷങ്ങളുടെ കടിയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ കൊള്ളൂല. കാരണം ഒട്ടും വിടവ് ഉണ്ടാവില്ല, മുകളിൽ നിറച്ചും ശാഖകളായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് വിടബി ശാഖി രണ്ടും വൃക്ഷത്തിന്റെ പര്യായമാണ്. അപ്പൊ വൃക്ഷത്തിന്റെ പര്യായം നിങ്ങൾ ഓർത്തെ, അടിയിൽ
നമ്മൾ വേരുണ്ട് അല്ലെ, അതെന്താണ്? പാദം കൊണ്ട് പാനം ചെയ്യുന്നു. അപ്പൊ പാദപം വൃക്ഷമാണ്, പാദപം വൃക്ഷമാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ തടിനെ നമ്മൾ തരു അല്ലെ, തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൃക്ഷമാണ്. താ വെച്ചിട്ട് നമ്മൾ തരു വൃക്ഷമാണ്. ഇനി മുകളിലേക്ക് വരുമ്പോൾ ഒരു വിടവ് പോലും ഇല്ലാതെ കുറെ ശാഖകൾ നിൽക്കുന്നു അല്ലെ. അപ്പൊ വിടബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിടവൊന്നുമില്ലാതെ വിടബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. ശാഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. വിടബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. ശാഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. അതേപോലെ തന്നെ ദ്രുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. അപ്പൊ ദ്രുമം എന്ന് ഓർക്കാൻ വേണ്ടി നമ്മളെ കൽപ്പദ്രുമം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കൽപ്പദ്രുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വൃക്ഷം എന്നല്ല എന്നൊന്നും അർത്ഥം. കാരണം നാട്യ കൽപ്പദ്രുമം, നമ്മുടെ മാണി മാധവച്ചാക്യാർ നാട്യ കൽപ്പദ്രുമം, അതുപോലെ തന്നെ നമ്മള് സംഗീത കൽപ്പദ്രുമം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിന് മീനിങ് മറ്റെന്തോ ആണ്. പക്ഷെങ്കിലും കൽപ്പവൃക്ഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അങ്ങനെ ഓർക്കുക, കൽപ്പദ്രുമം കൽപ്പവൃക്ഷം, അപ്പൊ ദ്രുമം വൃക്ഷമാണ്. അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക. കൽപ്പദ്രുമം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ കൽപ്പവൃക്ഷം എന്ന് നമ്മൾ പറയില്ലേ, കൽപ്പവൃക്ഷം, തെങ്ങിനെ നമ്മൾ കൽപ്പവൃക്ഷം എന്ന് പറയും. അപ്പൊ അതുവഴി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ദ്രുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ഷമാണെന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ദ്രുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. പര്യായങ്ങളൊന്നും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. കളിയുടെ പര്യായം എന്തൊക്കെയാണ് പറഞ്ഞത്? കേളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രീഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കളിയാണ് അല്ലെ. അതേപോലെ തന്നെ ലീലാവിലാസങ്ങൾ കൃഷ്ണന്റെ കളിയാണ്. അതേപോലെ ഗേല, ഗേലി, ഗേലനം, ഗേല, ഗേലി, ഗേലനം, ഇതൊക്കെ ഹിന്ദി വാക്കിൽ നിന്ന് വന്നതാണെന്ന് ഓർക്കുക അല്ലെ. നമുക്ക് അങ്ങനെയാണെന്ന് അറിയില്ല. ഗേൽ എന്നുള്ളത് ഹിന്ദിയിലെ പദമാണ്. ഗേൽ എന്ന് പറഞ്ഞാൽ കളിക്കാന്നാണ് അർത്ഥം. അപ്പൊ ഗേല, ഗേലി, ഗേലനം, ഇത് മൂന്നും കളി എന്നാണ് അർത്ഥം. ഇതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് നമ്മൾ ഛത്രം എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഛത്രം, ഛത്തരി എന്ന് പറഞ്ഞാൽ കുടയാണ്. അപ്പൊ ഛത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടയാണ്. പിന്നെ ആദപത്രം എന്താണ്? ആദപം വെയിലാണ്. താപം അല്ലെ, താപം തരുന്നത് ആദപം വെയിലാണ്. ആദപത്രം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ചൂടുന്നത്, പത്രം പോലെ ഇങ്ങനെ പിടിക്കുന്നത് അല്ലെ. അപ്പൊ ആദപത്രം എന്താണ്? കുടയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കയറിന്റെ പര്യായം പറഞ്ഞു. കയറിന് കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ ഗുണം എന്നുള്ളത് കയറിന്റെ പര്യായമാണ്. നമ്മൾ ഉദ്യാനത്തിൽ ഉപയോഗിക്കില്ല. അപ്പൊ ഉദ്യാമം ദാമം ഇത് രണ്ടും കയറിന്റെ പര്യായമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പശുവിനെ കെട്ടാൻ ഉപയോഗിക്കും. അപ്പൊ പാശം രഞ്ജു ഇതും കയറിന്റെ പര്യായമാണ്. സിംഹത്തിന്റെ പര്യായം എന്താണ് പറഞ്ഞത്? നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ രവം വെച്ചിട്ട് കണ്ടീരവം സിംഹമാണെന്ന് പറഞ്ഞു. കണ്ടീരവം സിംഹമാണ്. മൃഗങ്ങളുടെ ഇന്ദ്രൻ, മൃഗേന്ദ്രൻ സിംഹമാണ്. കേസരി സിംഹമാണ്. പിന്നെ കുറെ പഞ്ചുകൾ അല്ലെ, പഞ്ചമുഖൻ, പഞ്ചനഗൻ, പഞ്ചാസ്യൻ, പഞ്ചാനൻ, ഇതൊക്കെ സിംഹമാണ്. പിന്നെ നഗരത്തിന്റെ പര്യായം പറഞ്ഞത് പട്ടണവും പത്തനവും പുരവുമാണ്. കണ്ണാടിയുടെ പര്യായം എന്താണ് പറഞ്ഞത്? മുഖക്കുരു വരുമ്പോൾ നമ്മൾ നോക്കും. അപ്പൊ മുകുരം, ദർപ്പണം, സ്ഫടികം പറഞ്ഞു. പിന്നെ ഭയങ്കര ആദർശം പറയുന്നവരും കർക്കശക്കാരായിട്ടുള്ളവരൊക്കെ സാധാരണ കണ്ണാടി വെക്കും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദർശം എന്നുള്ളതും കർക്കരം എന്നുള്ളതും കണ്ണാടിയാണെന്ന് പറഞ്ഞു. വൃക്ഷത്തിന്റെ പര്യായം പറയാൻ നമ്മൾ താഴെ നിന്ന് നോക്കിപ്പോയി. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം വൃക്ഷമാണ്. തരു വൃക്ഷമാണ്. മുകളിൽ ഒരു വിടവ് പോലും ഇല്ലാതെ ഇങ്ങനെ ശാഖകൾ അല്ലെ. അപ്പൊ വിടബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശാഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വൃക്ഷമാണ്. അതോടൊപ്പം തന്നെ ദ്രുമം, കൽപ്പദ്രുമം അല്ലെ. അങ്ങനെ വെച്ച് നമ്മൾ ദ്രുമം എന്നുള്ളത് വൃക്ഷമാണെന്ന് ഓർത്തെടുക്കാനും പറഞ്ഞു. അടുത്തത് നമുക്ക് സാഹിത്യകാരന്മാരും കൃതികളാണല്ലേ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അർത്ഥം നോക്കി, പര്യായമൊക്കെ നോക്കി. ഇപ്പൊ നമ്മൾ സാഹിത്യകാരന്മാരെ നോക്കാൻ പോകുന്നു. ഇന്ന് വള്ളത്തോളാണ് നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അത് എന്താണ്, നമ്മളെല്ലാം കോഡ് വെച്ച് തന്നെയാണ് പറഞ്ഞത്. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡൊക്കെ എന്താണ് ഏതാണെന്നൊരു പിടുത്തം ഉണ്ടാവില്ല. അടുത്തത് വള്ളത്തോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ, വള്ളം ആയിട്ടാണ് കണക്ട് ചെയ്യുക അല്ലെ. വള്ളം നമ്മൾ എപ്പോഴും ബന്ധിച്ചിടും, അല്ലാന്നുണ്ടെങ്കിൽ വള്ളം ഒഴുകിപ്പോവും. പുഴയിൽ നമ്മൾ വള്ളം ബന്ധിച്ചിടും, അല്ലെങ്കിൽ പുഴയിൽ വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് വള്ളം പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധനം വെച്ച് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും നമ്മൾ വള്ളത്തോളിന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ബന്ധനം തന്നെ പാരിൽ, അത് ആരുടെ വരികളാണ്? അത് നമ്മുടെ വള്ളത്തോളിന്റെ വരികളാണ്. അതേപോലെ തന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നുള്ളതും ആരുടെ കൃതിയാണ്? വള്ളത്തോളിന്റെ കൃതിയാണ്. അപ്പൊ ബന്ധനം വെച്ച് വരുന്ന ഈ വരികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും, ബന്ധുര എന്ന് പറഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം. ബന്ധുര കാഞ്ചനം എന്താണ്? സ്വർണ്ണമാണ് അല്ലെ. ബന്ധുര എന്ന് പറഞ്ഞാൽ മനോഹരം, കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം. മനോഹരമായിട്ടുള്ള സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ അല്ലെ. അപ്പൊ ബന്ധനം അപ്പൊ ആരാണ്? അത് വള്ളത്തോളാണ്. ബന്ധനം എന്ന് കേട്ടാൽ വള്ളത്തോൾ
വള്ളത്തോളാണ്. അതേപോലെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ വള്ളത്തോളിന്റെ കൃതിയാണ്. ഇനി വള്ളത്തില് ആരൊക്കെയാണ് കയറിയത്? വള്ളത്തില് ഒരു ശിഷ്യനും മകനും കയറി, അതുപോലെ അച്ഛനും മകളും കയറി, കൊച്ചു സീതയും കയറി. 5 പേരാണ് വള്ളത്തിൽ കയറിയത്. അച്ഛനും മകളും കയറിയിട്ടുണ്ട്, കൊച്ചു സീത കയറിയിട്ടുണ്ട്. അച്ഛനും മകളും കയറിയിട്ടുണ്ട്, കൊച്ചു സീത കയറിയിട്ടുണ്ട്, ശിഷ്യനും മകനും കയറിയിട്ടുണ്ട്. പക്ഷെ വള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അത് വള്ളം മറിഞ്ഞു. അപ്പൊ മദ്ദലന മറിയം വള്ളത്തോളാണ്. വള്ളം മറിഞ്ഞു, മദ്ദലന മറിയം വള്ളത്തോളാണ്. അപ്പൊ നമ്മ പറയൂല്ലേ, ഓ എന്തൊരു യോഗമാണ് അല്ലേ? നമ്മ അങ്ങനെ എല്ലാവരും വിലപിക്കാറില്ലേ? ഓ എന്തൊരു കഷ്ടമാണ്, എന്തൊരു യോഗമാണെന്ന് നമ്മൾ വിലപിക്കൂല്ലേ? അപ്പൊ ചിത്രയോഗം എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. വള്ളത്തോളിന്റെ വെറും കൃതിയല്ല, വള്ളത്തോളിന്റെ മഹാകാവ്യമാണ്. വള്ളത്തോൾ എഴുതിയിട്ടുള്ള മഹാകാവ്യമാണ് എന്തെന്നുള്ളത് ഈ ചിത്രയോഗം എന്നുള്ളത്. ചിത്രയോഗം വള്ളത്തോളിന്റെ മഹാകാവ്യമാണ്. അപ്പൊ എന്തൊരു യോഗമാണ്, ഞങ്ങൾ വിലപിക്കും അല്ലെ? ബധിര വിലാപം. ഈ ചിത്രയുഗത്തിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കുമാരനാശാന്റെ ശക്തമായിട്ടുള്ള വിമർശനത്തിന് വിധേയമായ വള്ളത്തോളിന്റെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതാണ്, ചിത്രയോഗമാണ്. കുമാരനാശാന്റെ ശക്തമായിട്ടുള്ള വിമർശനത്തിന് വിധേയമായ വള്ളത്തോളിന്റെ കൃതി ചിത്രയോഗമാണ്. അതുപോലെ തന്നെ വള്ളത്തോളിന്റെ എന്താണ് പറഞ്ഞത്, മഹാകാവ്യവും ചിത്രയോഗം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തൊരു യോഗമാണെന്ന് വിലപിക്കും ഇല്ലേ? അപ്പൊ ബധിര വിലാപം എന്നുള്ളതും വള്ളത്തോളിന്റെ കൃതിയാണ്. ബധിരവിലാപത്തിന് ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം സ്വന്തം അനുഭവമാണ് ഈ ബധിരവിലാപത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. വള്ളത്തോൾ തന്റെ സ്വന്തം അനുഭവം വിവരിച്ചിട്ടുള്ള കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ബധിരവിലാപമാണ്. കാരണം അദ്ദേഹത്തിന് അസുഖം മൂലം ചെവി കേൾക്കാതെ വന്നു, ബധിരൻ അല്ലെ? നമ്മളെ ചെവി കേൾക്കാതെ വരുന്ന അദ്ദേഹത്തിന്റെ ആ അവസ്ഥയും അതുമൂലമുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ബധിരവിലാപം എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. സാഹിത്യമഞ്ജരി അറിയായിരിക്കും. കാരണം സാഹിത്യമഞ്ജരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വള്ളത്തോൾ കൊടുത്ത പേരല്ല അല്ലെ? വള്ളത്തോൾ മരണമടഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കാത്ത എല്ലാ കൃതികളും കൂടി ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചതാണ് സാഹിത്യമഞ്ജരി എന്നുള്ള പേരിൽ. അപ്പൊ സാഹിത്യമഞ്ജരി എന്നുള്ളതും വള്ളത്തോളിന്റെ കൃതിയാണ്. അപ്പൊ വള്ളത്തോൾ എന്ന് പറയുമ്പോൾ തന്നെ ബന്ധനം വന്നാൽ അത് വള്ളത്തോളാണ്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ വള്ളത്തോളാണ്. ഇനി വള്ളത്തിൽ കയറിയത് ആരൊക്കെയാണ്? ശിഷ്യനും മകനും. അപ്പൊ ശിഷ്യനും മകനും എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. അച്ഛനും മകളും എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. കൊച്ചു സീത എന്നുള്ളതും വള്ളത്തോളിന്റെ കൃതിയാണ്. ഇനി വള്ളം മറിഞ്ഞു എന്നതിൽ നിന്നും മദ്ദലന മറിയം എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. അപ്പൊ നമ്മള് എന്തൊരു യോഗമാണെന്ന് വിലപിക്കും ഇല്ലേ? യോഗമാണ്. അപ്പൊ ചിത്രയോഗം എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. വിലപിക്കും. ബധിര വിലാപം എന്നുള്ളത് വള്ളത്തോളിന്റെ കൃതിയാണ്. ബധിര വിലാപം സ്വന്തം അനുഭവം പങ്കുവച്ചിട്ടുള്ള വള്ളത്തോളിന്റെ കൃതിയാണ് ബധിര വിലാപം. പിന്നെ സാഹിത്യമഞ്ജരിയും വള്ളത്തോളിന്റെ കൃതിയാണ്. അടുത്ത നമ്മൾ പറയുന്നത് ചൂട്ടാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കല്ലേൽ പൊക്കുടന്റെയാണ്. ചൂട്ടാച്ചി എന്ന് പറയുമ്പോൾ ചൂടാക്കുന്നത്, നമ്മൾ ഈ സാധാരണ ഈ പണ്ട് കാലത്ത് ഈ കല്ല് ചൂടാക്കിയിട്ടാണ് അല്ലെ നമ്മൾ ഈ ചപ്പാത്തി അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ചൂടാക്കുന്നത് കല്ലാണെന്ന് ഓർക്കുക. ചൂട്ടാച്ചി കല്ലേൽ പൊക്കുടനാണ്. അപ്പൊ ചൂടാക്കുന്നത് കല്ലാണ്. അപ്പൊ ചൂട്ടാച്ചി കല്ലേൽ പൊക്കുടനാണ്. അതുപോലെ ആരാച്ചാറ്, ഘാതകൻ, ഗബർ, ഇത് മൂന്നും KR മീരയുടേതാണ്. ആരാച്ചാർ എല്ലാവർക്കും അറിയായിരിക്കും KR മീരയുടെ ആണ്. കാരണം കുറേ അവാർഡുകൾ കിട്ടിയിട്ടുള്ള KR മീരയുടെ കൃതിയാണ് ആരാച്ചാർ. ഒരുപാട് തവണ PS ചോദിച്ചിട്ടുണ്ട് അല്ലെ, ആരാച്ചാർ എന്നുള്ളത് ആരുടെ കൃതിയാണെന്ന്. നമ്മുടെ KR മീരയുടേതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം KR എന്ന് പറയുമ്പോൾ തന്നെ കയറ് വരുന്നുണ്ട് അവിടെ. കയറ് ഇല്ലേ? കയറ്. അപ്പൊ ആരാച്ചാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇതിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരെ തൂക്കിക്കൊല്ലുന്ന ആളാണ് അല്ലെ ആരാച്ചാർ എന്ന് പറയുന്നത്. കോടതി വിധി പ്രകാരം തൂക്കിക്കൊല്ലുന്ന ആളാണ് ആരാച്ചാർ. അപ്പൊ കയറ്, അവിടെ തന്നെ KR മീര എന്ന് പറയുമ്പോൾ തന്നെ കയറ് വരുന്നുണ്ട്. അപ്പൊ ആരാച്ചാർ എന്നുള്ളത് KR മീരയുടെ കൃതിയാണ്. ഇനി ഈ ആരാച്ചാർ ആരാണ്? ഘാതകനാണ് അല്ലെ? കൊല്ലുന്ന ആളാണ്, ഘാതകനാണ്. അപ്പൊ ഘാതകൻ എന്നുള്ളതും KR മീരയുടേതാണ്. ഇനി കൊന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഗബർ അടക്കും അല്ലെ? അപ്പൊ ഗബർ എന്നുള്ളതും KR മീരയുടെ കൃതിയാണ്. ആരാച്ചാർ നമുക്ക് അറിയാം. ഇനി അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് കയർ എന്നതിൽ നിന്നും ആരാച്ചാർ കിട്ടുമല്ലോ. കയർ എന്നുള്ളതിൽ നിന്നും നമുക്ക് ആരാച്ചാർ കിട്ടൂല്ലേ? കാരണം ആരാച്ചാരുടെ പണി തൂക്കിക്കൊല്ലാണ്, കയറുമേൽ തൂക്കിക്കൊല്ലലാണ്. അപ്പൊ ആരാച്ചാർ എന്നുള്ളത് KR മീരയാണ്. ഇനി തൂക്കിക്കൊല്ലുന്ന ആളാരാണ്? ആരാച്ചാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഘാതകനാണ്. അപ്പൊ ഘാതകൻ എന്നുള്ള കൃതിയും KR മീരയുടേതാണ്. ഇനി തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ഗബർ അടക്കും. അപ്പൊ ഗബർ എന്നുള്ളതും KR മീരയുടെ കൃതിയാണ്. കിട്ടിയോ? കൺഫ്യൂസിങ് ഒന്നും അല്ലല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞു ചൂടാക്കുന്നത് കല്ലാണ്. അപ്പൊ ചൂട്ടാച്ചി കല്ലേൽ പൊക്കുടനാണ്. അടുത്ത നമ്മൾ ആരാച്ചാർ എന്നുള്ളതും ഘാതകൻ എന്നുള്ളതും ഖബർ എന്നുള്ളതും KR മീരയുടെ കൃതിയാണെന്ന് പറഞ്ഞു.
ഇനി അടുത്ത് നമ്മൾ ബെന്യാമിന്റെ കൃതികളാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, എണ്ണത്തുള്ളികളും ഉപ്പുതരികളും. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും. ബെന്യന്തുമ്മലായി എന്ന് വിചാരിക്കുക. എണ്ണ നമ്മൾ സാധാരണ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ എണ്ണ എന്തെങ്കിലും നമ്മുടെ ബനിയനുമൽ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എണ്ണ തരി എന്തുമ്മലായി, എണ്ണത്തുള്ളി എന്തുമ്മലായി, നമ്മുടെ ബനിയനുമലായി. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒരു മഞ്ഞ കളർ വരും അല്ലെ. നിങ്ങൾ കൂട്ടാൻ ചാറോ എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലും സാധനം നിങ്ങളുടെ ബനിയനുമലായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മഞ്ഞ കളർ വരാറില്ലേ? മഞ്ഞ വെയിൽ മരണങ്ങൾ. ആ മഞ്ഞ കളർ എന്താണ്? നമ്മുടെ മരണത്തിനുള്ള സൂചനയാണല്ലേ. കാരണം ഈ മഞ്ഞ കളറും കൊണ്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊല്ലും ഇല്ലേ. അപ്പൊ മഞ്ഞവെയിൽ മരണങ്ങൾ, ആ മഞ്ഞ കളർ എന്നുള്ളത് നമ്മുടെ മരണത്തിലേക്കുള്ള ഒരു പ്രകാശമാണല്ലേ. അപ്പൊ മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ളതും ബെന്യാമിനാണ്. ഇനി എന്താണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മരയ്ക്ക് നല്ല കട്ടയ്ക്ക് നല്ല പോര് കിട്ടൂലേ, നല്ല ചീത്ത കേൾക്കും ഇല്ലേ. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ. നല്ല പോരായിരിക്കും പിന്നെ അമ്മ. അപ്പൊ അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ എന്നുള്ളതും ബെന്യാമിന്റെ കൃതിയാണ്. അമ്മയുടെ മറ്റൊരു മുഖം നമുക്ക് അവിടെ കാണാം. നമ്മളോട് സ്നേഹമുള്ള അമ്മയല്ലാതെ മറ്റൊരു മുഖം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇരട്ട മുഖമുള്ള നഗരം എന്നുള്ളതും ബെന്യാമിന്റെ കൃതിയാണ്. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇത്രയൊക്കെ ചീത്ത പറഞ്ഞാലും അമ്മ അതൊക്കെ അലക്കി കൊണ്ടുപോയിട്ട് ഒരു മുല്ലപ്പൂവിന്റെ തണലിൽ കൊണ്ടുപോയിട്ട് ഉണക്കൂല്ലേ. അപ്പൊ മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഒറ്റ മരത്തണലും. മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഒറ്റ മരത്തണലും. ഇതെല്ലാം ബെന്യാമിന്റെ കൃതിയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ നിങ്ങളുടെ ബനിയനും തുമ്മല് എണ്ണയാകുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടെ ബനിയനുമല് എണ്ണയാകുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ബനിയൻ എന്നതിൽ നിന്നും ബെന്യാമിൻ, ബനിയൻ എന്നതിൽ നിന്നും ബെന്യാമിൻ അല്ലെ. അപ്പൊ എണ്ണ ആവാ. അപ്പൊ എണ്ണത്തുള്ളികളും ഉപ്പുതരികളും. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും. നമ്മൾ വയർത്തിട്ട് ബെന്യാമിൽ ഉപ്പുതരികളും ഉണ്ടാവും അല്ലെ, ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ എണ്ണത്തുള്ളികളും ഉപ്പുതരികളും ബെന്യാമിനാണ്. ഇത് നമ്മളുടെ എന്താണ്? മരണത്തിലേക്കുള്ള മഞ്ഞവെയിലാണ് അല്ലെ, മഞ്ഞക്കളറാണ്. മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ളത് ബെന്യാമിന്റെ കൃതിയാണ്. പിന്നെ എന്താണ്? അവിടെ നിന്ന് നല്ലൊരു പോര് തുടങ്ങും ഇല്ലേ. അമ്മയ്ക്ക് നല്ലോണം ചീത്തയ്ക്കില്ലേ. അപ്പൊ വലിയൊരു പോര് തുടങ്ങും. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ എന്നുള്ളതും ബെന്യാമിന്റെ കൃതിയാണ്. അമ്മയുടെ മറ്റൊരു മുഖം നമുക്ക് അവിടെ കാണാം. ഇരട്ട മുഖമുള്ള നഗരം. ഇരട്ട മുഖമുള്ള നഗരം എന്നുള്ളതും ബെന്യാമിന്റെ കൃതിയാണ്. എങ്കിലും ഇത്രയൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അത് ഉണക്കി അല്ലെ, അലക്കി എവിടെ കൊണ്ടുവന്ന്? തണലത്ത് കൊണ്ടുവന്നിട്ട് ഉണക്കി തരും. ഒരു മുല്ലപ്പൂവിന്റെ തണലത്ത് കൊണ്ടുവന്നിട്ട് ഉണക്കി തരുന്നോർക്ക. മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഒറ്റ മരത്തണലും. ഒറ്റ മരത്തണലും ബെന്യാമിന്റെ കൃതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം പറ്റാവുന്ന കോഡൊക്കെ വെച്ച് നിങ്ങൾക്ക് സിമ്പിളാക്കി തന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് പറഞ്ഞ് ഇനി ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു തവണ കൂടിയും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഒരു തവണ കൂടിയും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിന്നോളും. പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. അപ്പം നമുക്ക് മാക്സിമം നല്ല കോഡുകളൊക്കെ വെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ ബാക്കിയുള്ള SCERT ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ എങ്ങനെയാണ് അറിയിക്കുക? കമൻറ്റുകളിൽ കൂടിയാണ് അറിയിക്കുക അല്ലേ. കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നിങ്ങൾ കണ്ടവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ആ കമൻറ്റുകൾ കാണുന്നത് ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സപ്പോർട്ട് ഇനി തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.